രായമംഗലം ചെട്ടിപ്പടി റോഡ് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. ഒരു 500 മീറ്റർ ഞങ്ങള് പല അധികാരികളോടും വിളിച്ചു ചോദിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയുടെ മണ്ഡലം കൂടിയാണ്, അവിടെ വിളിച്ച് അന്വേഷിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്തിൽ അന്വേഷിച്ചു. അപ്പൊ ഒക്കെ ഫണ്ട് വരുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ എപ്പോഴാണോ എന്നാണോ ഒന്നും ഒരു ഐഡിയ അവർക്ക് പോലും ഇല്ല. ഞങ്ങള് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനമായിട്ട് ഒരു കമ്മിറ്റി പോലും അതിന് നടന്നിട്ടില്ല. ഇന്നൊരു കമ്മിറ്റി നടക്കും എന്ന് പറയുന്നു. അതിപ്പോ ഈ ഒരു സൂചനാ സമരം CPI വെച്ചതിന്റെ ശേഷമാണ് അത് അറിയാൻ കഴിഞ്ഞത്. നിലവില് ഇപ്പോ ഒരു ഫ്ലക്സ് ഇവിടെ വന്നിട്ടുണ്ട്, 25 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചു, ആർക്കും ഒരു ഐഡിയയും ഇല്ല. ഇതിപ്പോ ഒരു ഓൺ ഫണ്ട് വെച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ്. തിരുമറ്റോട് പഞ്ചായത്ത് പറഞ്ഞാൽ ഗ്രേഡ് കൂടിയ പഞ്ചായത്താണ്. എന്നിട്ട് പോലും ഒരു 50,000 രൂപയോളം ഒരു ഓൺ ഫണ്ട് വെച്ച് ജനങ്ങളുടെ ഈ ഒരു പരിഹാരം, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ വല്ലാത്തൊരു അവസ്ഥ. ഇവിടെ വാർഡ് മെമ്പർ CPM-ന്റെ ആണ്, പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് CPM-ന്റെ ആണ്, MLA മന്ത്രി ഉൾപ്പെടുന്ന MLA-യുടെ മണ്ഡലം CPM-ന്റെ ആണ്, ഈ സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണ്. പക്ഷെ വളരെ മോശം, ഏറ്റവും ശോചനീയമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡെയിലി ദിവസേന ആളുകൾ വീഴുകയാണ്. നിങ്ങൾ ഈ ഒരു 100 മീറ്റർ അപ്പുറത്ത് പിന്നെ ഇവിടെ ഒരു പഴയ മിലിറ്ററിക്കാരുണ്ട്, വീണിട്ട് കാലുപൊട്ടി കിടക്കുകയാണ്. ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത നമ്മുടെ ഒരു ആചാര്യണ്ട്, 3 പ്രാവശ്യമായിട്ട് ആ റൂട്ടിൽ വീണു. ഈ റോഡ് വർക്ക് ചെയ്ത് തരുന്ന ഒരു വേലായുധേട്ടുണ്ട്, 3 പ്രാവശ്യം ഈ റൂട്ടിൽ വീണിരിക്കുന്നു. അങ്ങനെ ഡെയിലി ആളുകൾക്ക് നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് റോഡ് പോവാണ്. അപ്പൊ തീർത്തും ഇതൊക്കെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ കോൺഗ്രസ് ഒരു പന്തം കൊളുത്തി പ്രകടനം നടത്തി, ഒരു പ്രശ്നം CPM ഉണ്ടായിരുന്നില്ല. പക്ഷെ CPI ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരിശ്രമങ്ങളും നടത്തി ഒരു സൂചനാ സമരം വെച്ചപ്പോഴേക്കും ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലേക്ക് ഒരു ഫ്ലക്സ് വരികയാണ്. 25 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ട്. 25 ലക്ഷം രൂപ അങ്ങനെ ഒരു ഫണ്ട് വെച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചു. ഞങ്ങൾ മന്ത്രിയുടെ ഓഫീസിലേക്ക് ആർക്കും വിളിക്കാലോ, ഞങ്ങൾ വിളിച്ചു, ഇതിന്റെ ഭരണാനുമതി ചോദിച്ചു, സാങ്കേതിക അനുമതിയുടെ നമ്പർ ചോദിച്ചു. അവര് ചിരിച്ച് കൈയൊഴിയാണ് ചെയ്തത്. അപ്പൊ നമ്മള് വിവരാവകാശത്തിന് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അത്രത്തോളം അവർ വൈകിക്കുമെന്ന് അറിയില്ല. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ സത്യാവസ്ഥ നമ്മൾ കൊണ്ടുവരും. CPM ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. അങ്ങനെ ആളുകളെ പൊട്ടന്മാരാക്കിയിട്ട് രക്ഷപ്പെടാനുള്ള ആ ഒരു പണി നടക്കില്ല. ഇതിനു മുമ്പ് 40 ലക്ഷം രൂപ ദുബായ് റോഡിന് വേണ്ടിയിട്ട് പാസ്സാക്കി പറഞ്ഞിട്ട് 2 കൊല്ലം മുമ്പ് ഒരു ഫ്ലക്സ് വെച്ചു. ഇങ്ങനെ ആളുകളെ പൊട്ടന്മാരാക്കി. ഈ റോഡ് തന്നെ ഇവിടെ പൈപ്പ് വർക്ക് പോയിട്ടുണ്ട്, വലിയ പൈപ്പാണ്. അപ്പൊ അതിന് കുറച്ച് താമസം വരുമെന്ന് ഞങ്ങൾക്കും അറിയാം. ജനങ്ങൾ എന്ന രൂപത്തിൽ ഞങ്ങളോട് സഹകരിക്കാനും തയ്യാറാണ്. പക്ഷെ 2 വ്യക്തികൾ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പാറ പൊട്ടിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ കാലം ആ 2 മനുഷ്യരെ ജനങ്ങളുടെ ഇടയിൽ മോശക്കാരാക്കുന്ന രീതിയിലേക്ക് പോയി. അങ്ങനെ ഇവര് തരാതരം ആ സമയത്ത് എന്ത് തോന്നുന്നുവോ, ഒരു പാർട്ടി മെമ്പർ പറയുന്നതല്ല അടുത്ത ആൾ പറയാം. ഇവർ ആദ്യം പറഞ്ഞു ഞങ്ങള് 1000 കോടി രൂപ പിണറായി വിജയന്റെ ഫണ്ട് വരുന്നുണ്ട്, ഓരോ മണ്ഡലത്തിലേക്കും 1 കോടി രൂപ വീതം, അതിൽ നിന്നുള്ള ഫണ്ടാണെന്ന് പറയുന്നു. ഒരു മണ്ഡലത്തിലേക്ക് 1 കോടി രൂപയാണെങ്കിൽ ഒരു റോഡിന് 25 ലക്ഷം രൂപ ആക്കാൻ പറ്റില്ലല്ലോ. കഴിയില്ല. മാത്രമല്ല ഇത് 8 മീറ്റർ ഇല്ലാത്ത റോഡാണ്. സ്വാഭാവികമായി MLA ഫണ്ടോ MP ഫണ്ടോ ഇതിലേക്ക് വരാൻ സാധ്യതയില്ല. ഞങ്ങളും ഈ നാട്ടില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന ആളുകളാണ്. അപ്പൊ അതിന്റെ ഒക്കെ പ്രശ്നം നമുക്കിതൊക്കെ അറിയാലോ. അപ്പൊ ഇവര് ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പണി, അത് പൊളിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സൂചനാ സമരം വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഫ്ലക്സ് തന്നെ ഇവിടെ വന്നത്. അത് ഈ CPM അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും. നമുക്ക് അതിനേക്കാൾ പ്രാധാന്യം, അത് അവർ പറയട്ടെ പറയാതിരിക്കട്ടെ, പക്ഷെ ജനങ്ങൾക്ക് ആ റോഡ് ഗതാഗതമാക്കി കൊടുക്കുക. അത് പഞ്ചായത്തിന് കഴിയില്ലെങ്കിൽ ഈ നാട്ടുകാരോട് പറയാ, നാട്ടുകാർ അതിന് പിരിവെടുത്ത് കാര്യങ്ങൾ ചെയ്യും. അതിന് ഈ നാട്ടുകാർ തയ്യാറാണ്. പക്ഷെ അത് ഈ ഇവിടുത്തെ CPM പ്രതിനിധിയും പഞ്ചായത്ത് അധികൃതരും പറയണം, ഞങ്ങൾക്ക് ഓൺ ഫണ്ട് തരാൻ കഴിയില്ല എന്ന് രേഖാമൂലം അറിയിച്ചാൽ മതി. ഇവിടുത്തെ നാട്ടുകാർ അതിന് തയ്യാറാണ് ഈ റോഡ് ശരിയാക്കാൻ. ഇവിടെ റോഡ് പണിക്ക് പോകുന്ന ആളുകളുണ്ട്, ഈ പണി അറിയാം. അതുപോലെ തന്നെ കോൺട്രാക്ടർമാരുണ്ട്, CPM-ന്റെ കോൺട്രാക്ടർമാരുടെ ആളുകളുണ്ട്. അവര് സത്യത്തിൽ ഞങ്ങളോടൊപ്പമാണ്. CPM-ന്റെ പാർട്ടി അംഗങ്ങൾ ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. എല്ലാവരും ഞങ്ങളെ വിളിക്കാറുണ്ട്. ഞങ്ങൾക്ക് പ്രത്യക്ഷമായി സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഈ രൂപത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വളരെ കൃത്യമായി ഇവരിതിന് മറുപടി പറയണം. ഇവർക്ക് കഴിയില്ലെങ്കിൽ പഞ്ചായത്തിന് ഞങ്ങൾക്ക് ഒരു ഓൺ ഫണ്ട് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മതി, ജനങ്ങൾ പിരിവെടുത്ത് നടത്താൻ തയ്യാറാണ്.
അതാണ് ഞങ്ങൾക്ക് ഈ പഞ്ചായത്ത് അധികൃതരോട് പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത്. ബാക്കി അതിന്റെ ഈ സൂചനാ സമരങ്ങൾ അതിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമെന്നാണ് ജനങ്ങളെ അറിയിക്കാനുള്ളത്.